ഹലോ ഗൈസ്. നമ്മളിന്നിവിടെ വന്നേക്കുന്നത് കേവലാർ എന്ന് പറഞ്ഞ പള്ളിയിലാണ്. കേവലാർ എന്ന് പറഞ്ഞ പള്ളിയിലേക്കാണ് നമ്മൾ വന്നേക്കണത്. ഇവിടെ നിന്ന് മാതാവിൻ്റെ ചെറിയൊരു തിരുനാൾ പോലെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെയും ഇന്നുമായിരുന്നു പരിപാടി. ഇവിടെ മെയിൻലി ശ്രീലങ്കൻസ് കൂടുതലാണ് ഈ സൈഡിൽ. അപ്പോൾ ഈ സൈഡിലല്ല, ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഗ്യാദർ ചെയ്യും. അപ്പോൾ ഇന്ന് കുർബാനയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാളുകൾ, ഇവിടുത്തെ ആൾക്കാർ, ഇവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ ഇത് ജർമ്മനിയിലുള്ള ഒരു സ്ഥലമാണ്, കേവലാർ മാതാവിൻ്റെ പള്ളിയാണ് ഈ ഭാഗം. ഇങ്ങനെയാണ് ഈ സൈഡ്. ഇപ്പം നമുക്ക് നമ്മുടെ പതാകയൊക്കെ കാണാൻ പറ്റും, പക്ഷേ അത് കുറച്ച് നീങ്ങിയിട്ട് പോകണം. ഇപ്പം നമുക്ക് നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ പോലത്തെ ആൾക്കാരിനൊക്കെ കാണാൻ പറ്റും. ബിക്കോസ് ഇന്ന് ഇവിടെ പ്രദക്ഷിണം കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇവിടെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം ക്ലീവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഇവിടേക്ക്, ഇങ്ങനോ അങ്ങനെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ആൻഡ് ഇവിടുത്തെ ഫുള്ള് വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരും ഉണ്ട്, പിന്നെ ഇവിടെ തമിഴന്മാരും ഉണ്ട് അത്യാവശ്യത്തിന്. ഇതാണ് പള്ളിയുടെ മുൻവശം. പള്ളിയിലേക്ക് പോകാനുള്ള സ്ട്രീറ്റാണ് ഈ കാണുന്ന സ്ട്രീറ്റ്. പള്ളിമണികൾ ഓൾറെഡി അടിഞ്ഞു. ഞാൻ ഓൾറെഡി മുൻപ് ഈ പള്ളീനെ കുറിച്ചൊരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. സാധാരണ ഒരു 11 മണിക്കായിട്ടാണ് കുർബാന ഉണ്ടാവാറ്. ഇന്നും 11 മണിക്കാവും ചിലപ്പോൾ കുർബാന എന്നാണ് തോന്നണേ, അറിയില്ല. ഞാൻ ഏകദേശം ഒരു നിഗമനം വെച്ചിട്ടാണ് പോണേ. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ. ജർമ്മനിയിൽ തന്നെ ഈ തമിഴന്മാർ ഒന്നിച്ചു കൂട്ടുന്ന ഒരു ദിവസം കൂടിയിട്ടാണത്. തമിഴന്മാർ ഒന്നിച്ചു കൂട്ടുന്ന ഒരു ദിവസം എന്നല്ല, മാതാവിൻ്റെ തിരുനാൾ അനുബന്ധിച്ചിട്ട് ഉള്ള പരിപാടികളാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ അത്യാവശ്യത്തിന് നല്ല തിരക്കാണ്. സാധാരണ ഇത്രയും തിരക്കുണ്ടാവാറില്ല. ആൻഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി കുർബാനയ്ക്ക് പോകാനായിട്ടുള്ള പ്രദക്ഷിണവും പരിപാടികളും ആൾക്കാരൊക്കെ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഐ വിൽ ഷോ യു ലിറ്റിൽ ബിറ്റ് മോർ ക്ലോസർ. നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ കൂടുതൽ കടകളിലും. ഇത്രയ്ക്കും ക്രൗഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കുർബാന പരിപാടികളൊക്കെ അവിടെ ഒരു ചർച്ച ഉണ്ട്, ഒരു ഹാള് പോലെയാണ്, അവിടെയാണ് കുർബാന ഉണ്ടാവാറ്. ബട്ട് ഇവിടെ പ്രദക്ഷിണം എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ലൈനിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് വലിയൊരു ലൈൻ തന്നെയാണ് അത്. മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ പോകില്ലേ, അതുപോലത്തെ ഒരു പള്ളിയാണ് ഇവിടെ, തീർത്ഥകേന്ദ്രമാണ്. ആൾക്കാരൊക്കെ മെഴുകുതിരിയൊക്കെ ആയിട്ട് പോകണുണ്ടോ. മെഴുകുതിരി കൂടുതൽ വരുന്നത് മാറ്റി വയ്ക്കാനായിട്ട് ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്. വലിയ മെഴുകുതിരികൾ, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നല്ല ഹൈറ്റുള്ള മെഴുകുതിരികൾ. വേളാങ്കണ്ണി, കറക്റ്റ് വേളാങ്കണ്ണി. അമ്മച്ചി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിവിടെയുള്ള വേറൊരു പള്ളികൾ ചാപ്പൽ പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ അവിടേക്കും ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഇവിടേക്കും നല്ല അത്യാവശ്യത്തിന് വലിയൊരു ലൈൻ തന്നെ പോകുന്നുണ്ട് ആ സൈഡിലേക്ക്. ഇതാണ് മെയിൻ പള്ളി, കത്തീഡ്രൽ. അത്യാവശ്യത്തിന് ക്രൗഡ് പോകുന്നുണ്ട്, കണ്ടോ ഈ ലൈനൊക്കെ. ഇവിടെ നിന്ന് നമുക്ക് കൂടുതലും ഇവിടുത്തെ സൈഡിലുള്ള ആൾക്കാരെ കാണാൻ പറ്റുക. എനിവേ നമുക്ക് മെയിൻ പള്ളിയുടെ അവിടേക്ക് പോയി നോക്കാം. കുർബാന നടക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ ഭാഗത്തേക്കായിട്ട് നമുക്ക് പോകാം എന്തെങ്കിലും. അവിടെ കുറച്ചും കൂടി ആൾക്കാരും പിന്നെ കുർബാനയുടെ പരിപാടികളൊക്കെ അവിടെ സ്റ്റാർട്ടായി ഉണ്ടാവും. എന്നെപ്പോലെ വേറൊരു അപ്പുറത്തുനിന്ന് വ്ളോഗ് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ അവൻ്റെ പിന്നാലെ പോകണു, പക്ഷേ അവൻ്റെ പിന്നാലെയല്ല പോണേ, ഞാൻ അപ്പൻ്റെ സൈഡിലൂടെ പോയി. ഇവിടെ എല്ലാവരും ഇപ്പം ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ചെയ്യണത് കണ്ടിട്ടൊക്കെ. പിന്നെ ആ സൈഡിലൂടെ പോയിട്ടാണ് ഇവരുടെ ഭക്ഷണം പരിപാടികളൊക്കെ. ആ ഒരു സൈഡിലേക്ക് പോകണമെങ്കിൽ
സൈഡിലേക്ക് പോകാനാണെങ്കിൽ ഭക്ഷണം പരിപാടികളും. സോ മെയിൻ കുർബാനയും പരിപാടികളൊക്കെ ഇവിടെയാവും. കാണിച്ചു തരാം. ഇവിടുത്തെ ഡാൻസിനുള്ള കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. കുർബാന ഓൾറെഡി സ്റ്റാർട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു സൈഡിൽ മെഴുകുതിരി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? അവിടെ ഓൾറെഡി കുർബാന സ്റ്റാർട്ടായി എന്നാണ് തോന്നുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളുടെ ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? Father Dr. Paul Robinson, മലയാള പള്ളിയുടെ ഉള്ളിലേക്ക് പോവാം. Father Stefan Doberman, Father Matthias Smith, Father Albert Cohen, his signature Walmart, Frieder Begegnungen im Glauben und die Morale in der semiconductor Martin is right agriculture necessary environment natural ஆடம்பரமான இந்த வரவேற்புகளுக்கு நடுவில் வாழ்ந்து ஆட்சி செய்யும் எங்கள் ஆண்டவரும் பெருச்சுடனுமாகிய கிறிஸ்து வழியாக உம்மை மன்றாடுகின்றோம். அவர் 12 விண்மீன்களை தலைமீது சூடியிருந்தார். அவர் கருவிட்டிருந்தார். வேறுகால வேதனைப்பட்டு கடும் துயருடன் கதறினார். பின்பு விண்ணகத்தில் ஒலித்த பெரியதொரு குரலை கேட்டேன். அது சொன்ன, இது ஆண்டவர் வழங்கும் அருள்வாக்கு.
எழுதிய நற்செய்தியிலிருந்து வாசகம். அவர் வயிற்றில் இருந்த குழந்தை மகிழ்ச்சியால் துள்ளிற்று. எலிசபெத்து கேட்ட மரியாம் பின்வருமாறு கூறினார்: ஆண்டவரை எனது உள்ளம் போற்றி பெருமைப்படுத்துகின்றது. என் மீட்பராம் கடவுளை நினைத்து எனது மனம் பேறு வகை கொள்கின்றது. ஏனெனில் அவர் தம் அடிமையின் தாழ் நிலையை கண்ணோக்கி. In jenen Tagen machte sich Maria auf den Weg und eilte in eine Stadt im Bergland von Judäa. സോ അങ്ങനെ പള്ളിയിലെ കുർബാനയും പരിപാടികളൊക്കെ ഓൾമോസ്റ്റും കഴിഞ്ഞു. സോ ആൾക്കാരൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരു ജനസമൂഹം തന്നെയാണ് ഇപ്പോൾ കേവലാറ് പരിപാടിക്ക് വന്നേക്കണേ. മെഴുകുതിരി സ്റ്റാള് പിന്നെ ഫുള്ള് ഇവിടുത്തെ ആൾക്കാർ തന്നെ. ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാർ. സോ നമുക്ക് ഇനി മെല്ലെ വേറെ സെക്ഷനും കൂടി ഉണ്ട് ഇവിടെ. ആ ഒരു സൈഡിലേക്ക് പോയി നോക്കി നോക്കാം. ഞാൻ പറയാം എവിടെയാണ്. ഏകദേശം പള്ളിയിൽ അവിടെ കുർബാന നടക്കുന്നുണ്ടെങ്കിലും അവിടെ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട്. പിന്നെ ഈ മെയിൻ കത്തീഡ്രലിലേക്ക് പോകാനായിട്ടും അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട്. നമ്മൾ കാലത്ത് പോണ സമയത്ത് ഇവിടെ ലൈൻ കണ്ടില്ലേ, ആ ലൈൻ ഇപ്പോഴും നീണ്ടു നിൽക്കുകയാണ്. അതിനൊരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ഭക്തജനങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുന്നുള്ള അറിയിപ്പൊക്കെ പറയേണ്ട ഒരു സമയമായിട്ടുണ്ടെന്നാണ് തോന്നണേ. ആൻഡ് റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഫുഡിൻ്റെ സ്റ്റാളിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ മറ്റേ പള്ളിയുടെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മോർ ഓവർ ഇന്നത്തെ സ്ട്രീറ്റ് ഫുള്ള് കണ്ടോ നിങ്ങൾ? ഇവിടെ ഫുള്ള് നമ്മുടെ ആൾക്കാരാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. ജർമ്മൻസ് ഭയങ്കര കുറവാണ്. പിന്നെ ഇവിടെ ഫുൾ നമ്മുടെ ആൾക്കാരാണ്. നമ്മൾ മെല്ലെ തന്നെ ഇവിടെ ഒരു ഫുഡിൻ്റെ കോർട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കോർട്ടിൻ്റെ അടിക്ക് പോവാണ്. അപ്പോൾ അവിടെ അത്യാവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ പിന്നെ എന്തൊക്കെ വേണ്ടത് അതെല്ലാതും ഈ ഭാഗത്തുണ്ടാവും. സോ കുറേ ആൾക്കാരും അവരുടെ കയ്യിലൊക്കെ കവറും കാര്യങ്ങളൊക്കെ കാണണ്ട നിങ്ങൾക്ക്. സോ അവരൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് പോണ ആൾക്കാരാണ്. പിന്നെ എന്താ അത്യാവശ്യം സാധനമുണ്ട്. ഞാൻ മിക്കവാറും ഇവിടുന്ന് ഞാനിവിടേക്ക് മെയിനായിട്ട് വന്നേക്കുന്നത് കുർബാന കാണാനായിരുന്നു. കുർബാന കണ്ടതിന് ശേഷം പിന്നെ ഇവിടുത്തെ സ്റ്റാളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം എന്നൊക്കെയുള്ള പ്ലാനായിട്ടാണ് ഞാൻ അവിടെ വന്നേക്കണേ. കൊത്തു പൊറോട്ട, വെറുതെ ബിരിയാണി, കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. എനിവേ നമുക്ക് ആ സൈഡിലേക്ക് പോയി നോക്കി വെക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈഡിലാണ്. പിന്നെ എവിടെയാണ് വാഷ്റൂമിലും അത്യാവശ്യം തിരക്കുണ്ട്. നല്ല നീണ്ട നിര തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് വേളാങ്കണ്ണിക്ക് പോകണം. ചെറിയൊരു ദൃശ്യത്തിൻ്റെ ചെറിയൊരു മൈന്യൂട്ട് വെർഷൻ കാണാം നിങ്ങൾക്ക്. സോ ഇത് കേവലാറാണ്, ജർമ്മനിയിലാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. യു ക്യാൻ സി ഹൈഡ്രജൻ ബലൂൺ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഐസ്ക്രീം, നമ്മുടെ തളപ്പത്തിയുടെ വാച്ച് മീ ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞ് വിജയുടെ പോസ്റ്റർ വരെ കാണാനുണ്ട്. പിന്നെ കുറേ സ്റ്റാളുകളുണ്ട്. സ്റ്റാളുകളെ കുറിച്ച് പറയാനാണെങ്കിൽ സമയം കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണില്ല. ഞാൻ മെയിനായിട്ട് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സോ ഏത് സൈഡിലേക്ക് പോകേണ്ടത് കൺഫ്യൂഷനാണ്. ഇങ്ങോട്ട് പോകണോ എവിടേക്ക് വേണമെങ്കിലും പോകാം നമുക്ക്. പക്ഷേ ഞാൻ പോകുന്നത് ഈ സൈഡിലേക്ക് പോയിട്ടാണ് അപ്പുറത്തേക്കൂടെ വരുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള രജനീകാന്തിൻ്റെ ഫോട്ടോ, ലെക്സിൻ്റെ സോപ്പ്, ഇന്ത്യൻ സ്റ്റോർ ഇറങ്ങി വന്ന പോലെയാണ് ഇവിടെയൊക്കെ. ഡ്രസ്സ്, സാരി ഏതെടുത്താലും 50 രൂപ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിൽക്ക് എല്ലാതും ഉണ്ട് ഇവിടെ കേട്ടോ. വള, ചെരുപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. 45 യൂറോയ്ക്ക് സാരി കിട്ടും, ചുരിദാർ, പിന്നെ എന്താ വേണ്ടേ എല്ലാതും ഇവിടെ ഉണ്ട്. പിന്നെ ഏതോ സിൽക്സിൻ്റെ കടകൾ. ആൻഡ് നമ്മൾ ഈ സാധനങ്ങളൊന്നല്ല വാങ്ങാൻ പോണേ. നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ പോകുന്നത് നമ്മുടെ ഫുഡാണ്. കുറേ ബ്രദേഴ്സിൻ്റെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം ഉണ്ട് അവിടെ. നമുക്ക് മണം പിടിച്ചേക്കുന്നത് ആ ഒരു സൈഡിൽ നിന്നാണ് മണം വന്നേക്കണേ. സോ ആ സൈഡിലേക്ക് പോയി നോക്കി നോക്കാം. നമ്മൾ മണം ഇവിടുന്ന് കൂടുന്നു വരുന്നു, അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ തിക്കും തിരക്കും വർദ്ധിച്ച് വരുന്നതുകൊണ്ട് ഫുഡിൻ്റെ മണം ആ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് പക്കയായിട്ട് വരണേന്ന് അറിയില്ല നമുക്ക്. അപ്പം എന്തായാലും തപ്പി കണ്ടുപിടിക്കാം.
നല്ല മണം, നല്ല ബജീര മണം. ചേച്ചിയിൽ മുളക് ബജിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് മണം കിട്ടി നമ്മൾ ഇവിടെ മിൽക്ക് ഷേക്കിൻ്റെ അവിടെ എത്തി. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് റോസ് മിൽക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ കറിയിൽ ഫുഡൊക്കെ ഹായ്, നല്ല മണം. ഇവിടെ ചിപ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അരി അവിടെ ഒക്കെ ആയിട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫുഡിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ അവിടെയാണ് തോന്നുന്നുണ്ട്. ചെറുതായി തിരക്ക് ഇവിടെയാണ് കാണുന്നത്. കണ്ടോ അറ്റത്ത് ബിരിയാണിയുടെ സാധനങ്ങൾ, ഇവിടെ വടയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ സൈഡിൽ. അവിടെ ഇവിടേക്ക് കുറെ ഫോൺ പൊന്തി നടക്കുന്നത് കാണാൻ പറ്റും. ചെറുതായിട്ട് ട്രാഫിക്കായി, അതുകൊണ്ടാണ് ഞാൻ പെട്ടങ്ങനെ. ആ സൈഡിൽ നിന്നും കൊട്ടുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സൗണ്ടിൻ്റെ എഫക്റ്റ് കൂടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോയി നോക്കി നോക്കാം. എവിടെയാണ് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുക ആ സൈഡിലേക്ക് പോവാം. രണ്ടുപേരും സൗണ്ട് നിർത്തിയല്ലോ. സോ ഇവിടെ ബിരിയാണിയുടെ സാധനമുണ്ട്. കൊത്തു പൊറോട്ട കൂടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സൗണ്ട് കേട്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്. അവിടെ അടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അവിടെ അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മറ്റവിടെ കിടന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബിരിയാണി കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടെ ഉപ്പുമാവ് സാധനങ്ങളെല്ലാതും ഉണ്ട്. ഇവിടെ ആൾക്കാർ വാങ്ങാനായിട്ട് ഇതിൻ്റെ നേരെ നിൽക്കുന്നുണ്ട്. ഇവിടെ വേറെ കൗണ്ടർ ഉണ്ട്. ഇവിടെ ഫ്രൈഡ് റൈസ്, മട്ടൺ റൈസ് സാധനങ്ങളൊക്കെ ഉണ്ടോ. കൊച്ചു പൊറോട്ട 9 റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിടുന്ന ആൾക്കാർ. എല്ലാ സൈഡിലും ഓരോ ആൾക്കാരുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകൾ, വട, ചായ, അപ്പം, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഏതാ കഴിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം, എന്താ വേണ്ടതെന്നൊക്കെ. പിന്നെ ആ സൈഡിലേക്ക് പോയി നോക്കി നോക്കാം. ആ സൈഡിൽ ഓൾമോസ്റ്റ് തീരാറായി. ഇവിടെയും ചെറിയ ചെറിയ കുഞ്ഞു കൗണ്ടറുകളൊക്കെയാണ്. മിക്സർ കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടെ പാക്കറ്റ് ഫുഡ്, ബേക്കറി കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ. ആൻഡ് റൈറ്റ് നോ ഇവിടെ സ്ക്വാഷ് ഡ്രിങ്ക്സ് കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയുണ്ട് വട, ബബിൾ ടീ, ഇവിടെയുണ്ട് പരിപ്പ് വട സാധനങ്ങളൊക്കെ. ഇപ്പോൾ അങ്ങനെ നീണ്ട നിരയാണ്. അത്യാവശ്യത്തിന് നീണ്ട നിര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അത്യാവശ്യത്തിന് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചിക്കൻ, മട്ടൺ, ബീഫ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പോലീസ് മാമന്മാരും ഉണ്ട് ഇവിടെ, എന്തൊക്കെ നടക്കണേന്ന് അറിയാൻ. പിന്നെ ഇവിടെ റോസ് മിൽക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണം. സോ ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രിങ്ക്സ് ഒരെണ്ണം വാങ്ങാം, റോസ് മിൽക്ക് അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങാം. പിന്നെ അത് മാത്രമല്ല കഴിക്കാനായിട്ട് കൊത്തു പൊറോട്ട വാങ്ങാം, പിന്നോ അല്ലെങ്കിൽ ബദാം മിൽക്ക് അതുണ്ടോ നോക്കാം. ആദ്യം എല്ലാതും കഴിക്കാം. ഈ സൈഡിൽ അപ്പം ദോശ കണ്ടോ. അവിടെ നമ്മളെന്തായാലും ആ സൈഡിലേക്ക് പോയി നോക്കി നോക്കാം. ആ സൈഡിൽ പോയിട്ട് റോസ് മിൽക്ക് തന്നെ കുടിച്ച് നോക്കാം. അതിനാദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണം. പൈസ നമ്മുടെ ബാഗിലാണ്. സോ ബാഗിൽ നിന്ന് പൈസ എടുക്കട്ടെ. സോ അങ്ങനെ നമുക്ക് ഈ കടയിൽ നിന്ന് മറ്റേ കുറച്ച് റോസ് മിൽക്കോ ബദാം മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കുടിക്കാം. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സാധനമാണ്. ഇതെന്താ സാധനം എന്നൊന്നും അറിയില്ല. ഇത് റോസ് മിൽക്കാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ സാധനം ഉണ്ട്. ഇതാന്ന് തോന്നുന്നുണ്ട് ബദാം മിൽക്കാന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചു നോക്കി നോക്കാം. ഇത് ബദാം മിൽക്കാ അറിയില്ല. ആ ഇത് റോസ് മിൽക്കാ, മാംഗോ ലസ്സി. ഇത് റോസ് മിൽക്കാണോ? ഇത് റോസ് മിൽക്കാ. ഇത് ഇത് ഒരു കപ്പ് കൊടുക്കും. ரோஸ் மில்க் நாங்க சர்பத்துன்னு சொல்றோம். ആ സർബത്ത്. ആ ആമാ. അപ്പോൾ ഈ സാധനം നമ്മൾ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ നമ്മുടെ ഒപ്പം ജ്യൂസ് കുടിക്കാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ സ്ക്വാഷ് ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ ഈ സാധനം എടുത്തേക്കണേ. പിന്നെ വടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വടയും കാര്യങ്ങൾ നമ്മൾ വാങ്ങാനില്ല. കൊത്തു പൊറോട്ട ഉണ്ടാവോ അത് ചോദിച്ചു നോക്കി നോക്കാം. ഇവിടെ കൊത്തു പൊറോട്ട ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ഇത് വാങ്ങാം. ആണോ ഇതൊരു പ്ലേറ്റ് കൊടുക്കുന്നു പാർസൽ. ആ അങ്ങനെ നമ്മൾ കൊത്തു പൊറോട്ട വാങ്ങിയിട്ടുണ്ട്.
പാർസൽ കൊടുമോ? പാർസൽ ആ കൊണ്ടുപോകും. ഇത് ബോട്ടി കറിയാ? ബോട്ടിയാ? ആ ഒരു കൊടു. ആ അങ്ങനെ സാധനം നമ്മൾ ഒരെണ്ണം പറയുന്നുണ്ട്. രണ്ട് ഇതും അങ്ക റോസ് മിൽക്ക് ജ്യൂസ്. അങ്ങനെ ഇത് രണ്ട് പാർസലായുണ്ട് അവര്. പിന്നെ അവിടെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എടുക്കണ്ടാവും. അങ്ങനെ രണ്ടും നമ്മൾ എടുക്കാണ്. അങ്ങനെ സാധനത്തിന് ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും പോളി പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ചൂട് നിൽക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ. എന്തായാലും ഇവരുടെ ഇത് അടിപൊളിയാണ്. ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കിംഗ് തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്കും നന്ദി, ഈ എല്ലാവർക്കും നന്ദി. വടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ അങ്ക ചൊല്ലിട്ട് ആ 19 എവളോ? അങ്ങനെ നമ്മുടെ സാധനമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ സാധനം ഇവിടെ വയ്ക്കാം. 19 രൂപയാണ് നമുക്ക് അയക്കണേ. താങ്ക് യു. ഓക്കെ 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 ഓക്കെ. അതെ, അങ്ങനെ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെല്ലാണ് ഈ പാർസലും ഇതുമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ റോസ് മിൽക്ക് അല്ല. അങ്ങനെ പാർസല് സുഹൃത്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. ബൈ ബൈ. സോ നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് കുടിച്ചോട്ട് മുന്നോട്ട് പോവാം. ഇവിടെ ആൾക്കാരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല ജ്യൂസൊക്കെ, നല്ല മധുരമുണ്ട്. ഈ ചൂട്ടത്ത് ഈ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഞാൻ സന്തോഷവാനാണ്. ഇതൊക്കെ റെക്കോർഡ് ആവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്പർ തന്നെ അറിയുള്ളൂ കേട്ടോ. ഞാൻ നോക്കി നോക്കുന്നു. ആ സാധനം നല്ല രീതിയിൽ തന്നെ റെക്കോർഡാവുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. നല്ല സാധനം കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇത് കുടിച്ചിട്ടില്ല ആൾക്കാർ. ഉച്ച സമയത്തുണ്ടേ എല്ലാവർക്കും നല്ല വിശപ്പിലാണ്. വിശന്ന് കണ്ണു പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ആൾക്കാർ നടക്കണേ. സോ നമുക്ക് എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് നൈസായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനിന്ന് പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. സോ ഐ എം ഗോയിങ് ടു മൈ ചേച്ചീസ് പ്ലേസ് റൈറ്റ് നൗ. സോ നമ്മുടെ ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സാരി സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങണില്ല. ഈ സാധനം കുടിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകാം. ഈ സൈഡിലൂടെ വാഴയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. ആൾക്കാർ ചെറിയ ചെറിയ സ്നാക്സ് കഴിച്ചിട്ട് പോണ കുറേ ആൾക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ആൾക്കാർ ഞാൻ മലയാളം പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ വണ്ടർ അടിക്കുന്നുണ്ട്. കാരണം ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാരനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ആൻഡ് ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന എൻ്റെ ജന്മത്തിൽ പോലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റി. ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിർത്തിയിട്ട് ജ്യൂസ് കുടിക്കാൻ പോവാം. സോ ക്രൗഡുകളുടെ ഇടയിൽ നൈസായിട്ട് നമ്മൾ പോകുന്നു. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സൈക്കിളല്ല എന്നിട്ടാ സാരി
അങ്ങനെ മെല്ലാണ് നമ്മൾ ഇവിടുന്ന് ചെറുതായി നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് മെല്ലാണ് ഇവിടുന്ന് യാത്രയാവാണ്. ബലൂൺ വാങ്ങണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന കുട്ടികൾ ബലൂൺ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോവാണ്. സോ എനിക്കൊരു വിശ്രമം വേണം. ഞാനപ്പോൾ ഈ കയ്യിലുള്ള ഭക്ഷണം മെല്ലാണ് എൻ്റെ ബാഗിലിടും. ബാഗിലിട്ടതിന് ശേഷം ഞാൻ ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം മെല്ലാണ് മുന്നോട്ട് നീങ്ങും. ഇവിടുന്ന് കുറച്ച് നേരം പോയി കഴിഞ്ഞാലാണ് ചേച്ചിയുടെ അടിക്ക് എത്തുള്ളൂ. സോ ചേച്ചിയുടെ അടിക്ക് പോകാനായിട്ട് ഇനി സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ വിശക്കാണെങ്കിൽ ഈ കൊത്തു പൊറോട്ട പിന്നെ ആ ബോട്ടിക്കറി ആ ഭാഗത്ത് എത്തില്ല. സോ ചേച്ചിക്കും ചേട്ടനും അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിവേ ലെറ്റ്സ് ഹോപ്പ് ദേ വിൽ ഗെറ്റ് ലിറ്റിൽ ബിറ്റ്. കാലത്ത് ഞാൻ ചെറുതായിട്ട് 2-3 ബ്രെഡും പിന്നെ കുറച്ച് ഫുഡും കഴിച്ചിട്ടുണ്ട്. സോ വലിയ വിശപ്പിട്ട് ഉണ്ടാവില്ല. സോ ഞാൻ ഈ സാധനങ്ങളൊക്കെ മെല്ലാണ് എൻ്റെ ബാഗിലേക്ക് വെക്കാൻ പോവുകയാണ്. അതിന് പക്ക ഒരു സ്പോട്ട് ഞാൻ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാഗും സാധനമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെക്കണ്ടേ. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജ്യൂസ് ഈ സൈഡിൽ വെച്ചു. ഇവിടെ അയിങ്കാങ്ങല്ല. സോ നമ്മൾ നമ്മുടെ ബാഗിൽ നമ്മുടെ ഫുഡ് വെക്കാൻ പോവാണ്. സോ എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനി മെല്ലാണ് ഈ ബാഗ് തുറക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ബാഗ് ഇങ്ങനെ തുറന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഫുഡ് നൈസായിട്ട് വെക്കാൻ പോവാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഈ മെല്ലാണ് ഇവിടുന്ന് യാത്രയാവാൻ പോവാണ്. ഇന്ന് ഒടുക്കത്തെ ചൂടാണ് ഇവിടെ. ഇന്നിവിടെ ഭയങ്കര വെയിലും നല്ല ചൂടും ഒരുമാതിരി പൊള്ളണ ഒരു ക്ലൈമറ്റാണ് ഇന്ന്. അപ്പോൾ ഇവിടെ ആൾക്കാരെ കാണാം നിങ്ങൾക്ക്. ആൾക്കാർ ഫുള്ള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളും നമ്മുടെ വഴിക്ക് പോവാണ്. സോ ഈ കേരളാറിൻ്റെ ഇത്രയും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. സോ ഇന്ന് ഈ സ്ട്രീറ്റ് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യത്തിന് ഇവരുടെ ആൾക്കാർ തന്നെയാണ് മെയിൻലി. അങ്ങനെ ഞാൻ മെല്ലാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ഒപ്പം തന്നെ എൻ്റെ വേറൊരു വ്ളോഗർ അപ്പുറത്തൂടെ സൈഡിലൂടെ പോകുന്നുണ്ട്. ഞാൻ ആ വ്ളോഗറെ കാണിക്കാം. അപ്പോൾ ഈ പുള്ളി വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളി എന്നെ കണ്ടിട്ട് അധികം സംസാരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ആ പുള്ളി പെട്ടെന്ന് കുറച്ച് കോൺഷ്യസ് ആയി തോന്നണോ. എനിവേ നമുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. സോ ഞാനിന്ന് പോകുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. മരി ചേച്ചിയും ജോസഫ് ഇബ്രോൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോണത്. അപ്പോൾ അവിടെ ആണ് എൻ്റെ വീക്കെൻഡ്. സോ ഇവിടത്തേക്കാളും മുമ്പുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ. ഓ മൈ ഗോഡ്, ഞാനൊരു സാധനം ആക്ച്വലി മറന്നു. ഞാൻ ഇവിടെ ഒരു സാധനം മറന്നു. സോ ഷോപ്പിങ്ങിനായിട്ട് ചെറുതായിട്ട് കയറണം. സോ പെട്ടെന്ന് ഞാൻ ഈ കടയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ചുരിദാർ ഇട്ടിട്ടുള്ള അമ്മച്ചിനെ കാണാം. നമുക്ക് വണ്ടിയിൽ വെക്കാനായിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണേ. നമ്മളെന്തായാലും നമ്മുടെ ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിംഗ് തീർക്കാം. ഓൾമോസ്റ്റ് തീരാറായി. അങ്ങനെ നമ്മുടെ സാധനം എല്ലാം തന്നെ എൻ്റെ ഉള്ളിൽ കിട്ടു. ഇനി നമുക്കിവിടെ ഷോപ്പിങ്ങിന് പോകാം. സോ അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്നും വേറൊരു കടയിലേക്ക് വന്നിരിക്കുകയാണ്. ആ കടയിൽ നിന്ന് വേറെ കടയിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ചുകൂടി സാധനം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വണ്ടിയിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇതൊക്കെ സൈക്കിളിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. കണ്ടോ, സൈക്കിളിൻ്റെ മറ്റേ കമ്പിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിന് ജസ്റ്റ് സ്ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ സാധനമാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വാങ്ങാൻ പോണത് നമുക്ക് നോക്കാം. പിന്നെ ഈ സൈഡിൽ തന്നെ കൊന്തകളുടെ കുറേ ഇതൊക്കെ ഉണ്ട്. കണ്ടോ, കൊന്ത ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ കൊന്തുണ്ട്, ഇങ്ങനെയുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കൊന്തകളുണ്ട്, കുറേ ടൈപ്പ് ഓഫ് കൊന്തകളുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു കൊന്ത കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് സീ. അങ്ങനെ ഇതൊരു ഔസേപിതാവിൻ്റെ ഒരു സാധനമാണ്, കീ ചെയിൻ. സോ ഈ കീ ചെയിൻ വാങ്ങാം. സോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. വൈദ്യുതി വിൽക്കണ സ്ഥലം ഇതാണ്. ഇവിടെ ഇത്രയും സെൻറ്റിമീറ്ററിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടോ. ഒരാളുടെ ഹെഡിക്ക് മെഴുകുതിരി വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ.
എനിവേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. നമ്മുടെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു, നമ്മൾ കൊന്ത വാങ്ങി ആൻഡ് തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇനി ചേച്ചിയുടെ വീട് ഏകദേശം കൊളോൺ എന്ന് പറഞ്ഞ സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും എത്തുണ്ടാവും. സോ ഈ ഉച്ച നേരത്ത് വിശക്കുമെന്നറിയില്ല. സോ എനിവേ ലെറ്റ്സ് ഗോ ഹോം. നമ്മൾ തിരിച്ച് പോവാണ്. ഇവിടെ എപ്പോഴും നമുക്ക് ആൾക്കാരിനെ കാണാം. ഇവിടുത്തെ വസ്ത്രധാരണയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇവിടെ കുറേ നമ്മുടെ ആൾക്കാർ തന്നെയാണ്, ഐ മീൻ തമിഴന്മാർ, പിന്നെ കുറച്ച് മലയാളികളുണ്ട്. വളരെ റയറായിട്ടാണ് നിങ്ങൾക്കൊരു മലയാളികളെ കാണാൻ പറ്റിയത് ഇവിടെ. വളരെ റയറായിട്ടുള്ളൊരു മലയാളിയാണ് ഞാൻ. ആ മലയാളികളുടെ ഇടയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവട്ടെ മലയാളികൾ. ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ഇവിടെ 2-3 സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ടു. ഈ കേരളാർ തന്നെ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് കുറേ ആൾക്കാരനെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി നമ്മുടെ ട്രെയിൻ എപ്പോഴാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. നമുക്കെന്തായാലും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, സോ അടുത്ത വീഡിയോ മിക്കവാറും അടുത്ത വീക്കെൻഡൊക്കെ ആവും. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും ക്ഷണാപനം.